ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സങ്കടപ്പെടുത്തുന്ന വാർത്തകളുടെ കുത്തൊഴുക്കാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഭയാനകമാണ്. യാതൊരു തത്വദീക്ഷയും മനസാക്ഷിയും ഇല്ലാതെ ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു രീതി കേരളത്തിലും തുടങ്ങിയിരിക്കുകയാണ്. മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങളും കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിലും കേരളത്തിലേക്ക് അത് ഇപ്പോൾ സംക്രമിച്ചിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഒരു മനസ്സാക്ഷിയുമില്ലാതെ കൊച്ചു കുട്ടികളെപ്പോലും കൊന്നു തള്ളുന്ന കിരാതന്മാർ കേരളത്തിലും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സങ്കടാവസ്ഥയാണിത്. മനുഷ്യരൊക്കെ മൃഗങ്ങൾക്ക് സമാനമായ മാനസിക സ്ഥിതി ഉൾക്കൊള്ളുന്നവരാണ് എന്ന് അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ അവർ തെളിയിച്ചിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ കൊലയ്ക്ക് വിധേയമാക്കാൻ തുനിയുന്ന 23 വയസ്സുകാരൻ്റെ അടുത്ത കാലത്തെ സംഭവ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴിതാ തൃശ്ശൂരിലെ കുഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണുക. ഇവിടെ ഒരു 6 വയസ്സുകാരനായ ഒരു പിഞ്ചു ബാലനെ ആണ് ജോജോ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ ക്രൂരമായ കൊലപ്പെടുത്തലിന് വിധേയമാക്കിയത്. കുളത്തിലേക്ക് തള്ളിയിട്ട് ആ കുട്ടിയെ അയാൾ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ പലപ്പോഴും അതിശയം തോന്നാൻ ഇടയില്ല. കാരണം ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ കേരളത്തിൽ പലയിടത്തു നിന്നും മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുളത്തിലേക്കാണ് തള്ളി ചവിട്ടി താഴ്ത്തിയതെങ്കിൽ മുമ്പ് പലപ്പോഴും കഴുത്തിൽ ഷാൾ മുറുക്കി കൊല്ലുക, കെട്ടിത്തൂക്കുക, എന്നിട്ട് തൂങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കുക തുടങ്ങിയതൊക്കെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പാവം കുട്ടിയെ ചാമ്പയ്ക്ക തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ജോജോ എന്ന് പറയുന്ന 19കാരൻ ഒരു ആളൊഴിഞ്ഞ മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ഇയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശം തന്നെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ദുരുദ്ദേശം തന്നെയാണ്. ഒരു കൊച്ചു കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധ നടപടി തന്നെയാണ്. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന് പറയാം. പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ആണും പെണ്ണും തമ്മിലുള്ള സ്വാഭാവികമായ ലൈംഗിക ബന്ധമല്ല, ആണും തമ്മിലുള്ള പ്രകൃതി വിരുദ്ധമായ ചില നടപടികൾക്ക് വേണ്ടി ആണ് അയാൾ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയത്. എന്നാൽ ചാമ്പയ്ക്ക കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഈ മനുഷ്യനോടൊപ്പം പോയ ഈ കുട്ടിയെ അയാൾ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക നടപടികൾക്ക് പ്രേരിപ്പിച്ചപ്പോൾ പേടിച്ചരണ്ട കുട്ടി നിലവിളിക്കാൻ തുടങ്ങുകയും മറ്റ് ആളുകളെയെല്ലാം വിളിച്ചറിയിക്കും എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പ്രതിക്ക് ഉണ്ടായ രോഷപ്രകടനത്തിൻ്റെ അനന്തരഫലമാണ് ഈ കൊലപാതകം. ഇയാൾ കുട്ടിയെ ബലമായി പിടിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന കുളത്തിലേക്ക് തള്ളിയിട്ടു. 2 പ്രാവശ്യം ഏബൽ എന്ന് പറയുന്ന ഈ പാവം പിഞ്ചു കുട്ടി കരയ്ക്ക് കയറി വന്നെങ്കിലും ഈ ജോജോ എന്ന മനുഷ്യൻ വീണ്ടും ആ കുട്ടിയെ കുളത്തിലേക്ക് തന്നെ തള്ളി ഇടുകയും ചവിട്ടി പിടിക്കുകയും ചെയ്തു. വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. ലൈംഗിക പീഡന ശ്രമം ചെറുത്തു എന്നുള്ളതാണ് ഈ കുട്ടി ചെയ്ത ഏറ്റവും വലിയ ദോഷമായി ജോജോ എന്ന് പറയുന്ന 19കാരൻ കണ്ടത്. ജോജോ കുറ്റം സമ്മതിച്ചു, പോലീസ് കസ്റ്റഡിയിൽ തന്നെയുമാണ്. മഞ്ഞളി അജീഷിൻ്റെയും നീതുവിൻ്റെയും മകനാണ് UKGയിൽ പഠിക്കുന്ന മരണപ്പെട്ട ഏബൽ. 10-ാം തീയതി വൈകിട്ട് 6:08 ജോജോയുടെ ഒപ്പം വീടിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് കുട്ടി പോയത്.
കുട്ടി ഇയാളോടൊപ്പം പോയി എന്നുള്ള വിവരം അറിഞ്ഞു നാട്ടുകാർ സംഘടിച്ച് നടത്തിയ തിരച്ചിലിലാണ് കുളത്തിൽ മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത്. ഈ കുട്ടിയെയും കൂട്ടി ജോജോ നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടുകയുണ്ടായി. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജോജോയെ കസ്റ്റഡിയിൽ എടുത്തത്. പക്ഷേ CCTV ദൃശ്യം കിട്ടുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഈ ജോജോയും ഒപ്പം കൂടിയിരുന്നു. പോലീസ് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം ഏറ്റു പറയുകയാണ് ചെയ്തത്. ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കുളത്തിൽ തെരച്ചിൽ നടത്തി കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെടുക്കുകയും ചെയ്യുന്നു. ചാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ജോജോ പാടത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് ഏബലിനെ കൊണ്ടുപോയി എന്ന് തന്നെ ഈ വ്യക്തിയും സമ്മതിച്ചു. കൊലപാതകം നടത്തിയ ജോജോയും സമ്മതിച്ചു. ഇവിടെ വച്ചാണ് കുട്ടി ഈ പ്രക്രിയ, ഇയാളുടെ ക്രൂര പ്രക്രിയ തടയാൻ ശ്രമിച്ചതും കരഞ്ഞതും തുടർന്ന് കുളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതും എല്ലാം ഇയാൾ ഏറ്റു പറയുകയും ചെയ്തു. ഇയാൾക്കെതിരെ പോക്സോ കേസുകൾ നിലവിലുണ്ട്. അതുകൂടാതെ ഇപ്പോഴുള്ള ഈ പുതിയ പോക്സോ കേസും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. തെളിവെടുപ്പ് നടത്തി. രോഷാകുലരായ നാട്ടുകാരൊക്കെ ഇയാളെ നേരിട്ട് കൈകാര്യം ചെയ്യാനാണ് തുനിഞ്ഞത്. പക്ഷേ നാട്ടുകാരുടെ ഈ ആക്രമണത്തിന് പോലീസ് കവചം തീർത്തത് കൊണ്ട് മാത്രമാണ് ജോജോ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അയാൾക്ക് സാരമായ തരത്തിലുള്ള നാട്ടുകാരുടെ ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇയാൾ യഥാർത്ഥത്തിൽ മോഷണ കേസിലെ ഒരു പ്രതിയാണ്. നേരത്തെ തന്നെ കാക്കനാട് ബോസ്റ്റൽ സ്കൂളിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. ഈ ജോജോയെ പോലുള്ള കിരാതന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. കുട്ടികളെ ഒറ്റയ്ക്ക് ട്യൂഷന് പറഞ്ഞു വിടുക, ഒറ്റയ്ക്ക് മറ്റു കൂട്ടുകാരുടെ വീട്ടിലേക്ക് കളിക്കാൻ പറഞ്ഞു വിടുക, സൈക്കിളിൽ ഒറ്റയ്ക്ക് കുട്ടികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയയ്ക്കുക, ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ ചെയ്യുന്ന വലിയ തെറ്റുകളിൽ ഒന്നാണ്. കുട്ടികൾ ചെറുപ്രായത്തിൽ ആണെങ്കിൽ അവരെ ട്യൂഷന് ഒറ്റയ്ക്ക് അയക്കാതിരിക്കുക. അതുപോലെ ഒറ്റയ്ക്കുള്ള ഈ സുഹൃത്ത് വീട്ടുകളുടെ സന്ദർശനവും അവരിൽ നിന്നും ഒഴിവാക്കുക. കുട്ടികൾക്ക് എപ്പോഴും ഒരു കവചം തീർക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും വീട്ടിലുള്ള മാതാവ് അല്ലെങ്കിൽ പിതാവ് ഒക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ അപജയം എന്ന് പറയുന്നത് പൂർണ്ണമായ സമയത്തും മൊബൈലിലും TV-യിലുമൊക്കെ ആയി ശ്രദ്ധിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഈ ചെറിയ അവഗണനകളാണ് പലയിടത്തും കുട്ടികളെ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത്. അമ്മയും അച്ഛനും മൊബൈലിലോ TV-യുടെ മുമ്പിലോ ആണെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കുട്ടി മുറ്റത്തിറങ്ങാനും റോഡിലേക്ക് പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ മുറ്റത്തും റോഡിലുമൊക്കെ ഒറ്റയ്ക്ക് ആകുന്ന ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ആളുകൾ കരുതലോടെ പാത്ത് നടക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം കുട്ടിയെ തട്ടിയെടുക്കലാണ്. മാതാപിതാക്കൾ ഈ മനോഭാവമുള്ള വ്യക്തികൾ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ആ പരിസരത്തേക്ക് വരുന്ന അപരിചിതനായ ഒരു തട്ടിപ്പുകാരനായിരിക്കാം. ഇല്ലെങ്കിൽ പരിസരത്ത് തന്നെയുള്ള ഇത്തരം കാമഭ്രാന്തികളുള്ള വ്യക്തിയും ആയിരിക്കാം. ഇവരൊക്കെ തന്നെ ഈ കണ്ണുകളോടുകൂടിയാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പേരൻസിന് കഴിയണം. ഈ ഒരു സ്ഥലത്ത് നടന്നു, നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് നിങ്ങൾ കരുതാതിരിക്കുക. മുൻപും ഇതുപോലെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ഇതിന് ഇരയായിട്ടുമുണ്ട്. പക്ഷേ അവിടെയും ഈ സംഭവങ്ങൾ നടന്നിട്ടും നമ്മുടെ നാട്ടിൽ പലരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഒരു സംഭവം നടന്ന് ഒരാഴ്ചയോ ഒരു മാസമോ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ അതിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്യും. ഈ അശ്രദ്ധയാണ് ഇത്തരം വൃത്തികെട്ട മനസ്സുള്ളവർക്ക് പ്രചോദനം എന്ന് മനസ്സിലാക്കുക. അവർക്ക് അവസരങ്ങൾ നോക്കി നടക്കുന്നവർക്ക് അവസരങ്ങൾ നമ്മളായി കൊടുക്കാതിരിക്കാൻ